ഹായ് വെൽക്കം ബാക്ക്. സോ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഇന്ന് ഞാൻ എന്ത് വന്നാലും ഡിന്നർ റെസിപ്പി കാട്ടി തന്നിരിക്കും. സോ ദിസ് വാസ് ദി പ്രീവിയസ് ഡേ. ഞാൻ ഈ ദിവസമായിരുന്നു വാൾമാർട്ടിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി കുക്ക് ചെയ്ത് കാട്ടിത്തരാമെന്ന് വിചാരിച്ചേ. പക്ഷേ ഒന്ന് ഇറങ്ങുമ്പോഴേക്കും എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ ഓർമ്മ വരും. അങ്ങനെ ഞങ്ങൾ പല കടയിലും കയറി കുറേ സമയം പോയി. നല്ല രസമുണ്ടല്ലേ? ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. സോ ദിസ് ഇസ് ഹോബി ലോബി. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് സ്റ്റോറാണ്. ദിസ് പ്ലേസ് ഇസ് സോ ക്യൂട്ട്. ഐ മീൻ ഇഫ് യു ആർ എ ഹോം ഡെക്കോർ ലവർ, ദിസ് പ്ലേസ് ഇസ് എ ട്രാപ്പ്. കാരണം ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ തോന്നും. അത്രയും ക്യൂട്ടായിട്ടായിരിക്കും അവിടെ എല്ലാം വെച്ചിട്ടുണ്ടാവുക. ആൻഡ് ഇപ്പോൾ ഫോൾ, ക്രിസ്മസ്, വിൻ്റർ ആ ഒരു ടൈം ആയതുകൊണ്ട് കുറച്ച് അങ്ങനത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൂടുതലുണ്ടായിരുന്നത്. ഓ മാൻ, ഐ ലവ് കമ്മിങ് ഹിയർ. പക്ഷേ എനിക്ക് ഈ ഒരു ദിവസം ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗെറ്റ് എ ബുക്ക്. പക്ഷേ ബുക്ക് കിട്ടിയില്ല എനിക്ക്. പക്ഷേ ഇറ്റ് വാസ് സോ ഫൺ. ആ ഷോപ്പിൽ എല്ലാ സാധനവും ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ട നോട്ട്ബുക്ക് മാത്രം ഉണ്ടായിരുന്നില്ല. നൗ we are going to Walmart to get something specific. അത് കിട്ടിയിട്ട് വേണം നമുക്ക് ഡിന്നർ ഉണ്ടാക്കാൻ. Other than crackers, zesty herb. This is good. So I thought of making dinner, right? ആ പ്ലാൻ ഞങ്ങൾ മാറ്റി. കാരണം ഇപ്പോൾ കുറേ ലേറ്റായി. ഇനിയിപ്പോൾ പോയി ഉണ്ടാക്കാനൊക്കെ കുറേ ലേറ്റാവും. സോ ഇവിടുന്ന് എപ്പോൾ ഓർഡർ ചെയ്യുകയെന്ന് വെച്ചാൽ ഞങ്ങൾ യൂഷ്വലി ഹവായൻ ബോളനാണ് ഓർഡർ ചെയ്യുക. വീട്ടിലെത്തിയിട്ട് കാട്ടിത്തരാം. ഫസ്റ്റ് ഇവർ കുറച്ച് ചിപ്സ് തരും. ഇതും വി ഹാവ് സാൽസ ആസ് വെൽ. ദിസ് ഇസ് ഹവായൻ ബോൾ, ഞങ്ങളുടെ ഫേവറേറ്റ്. ഹായ് വെൽക്കം ബാക്ക്. സോ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഇന്ന് ഞാൻ എന്ത് വന്നാലും ഡിന്നർ റെസിപ്പി കാട്ടി തന്നിരിക്കും. ബട്ട് ദാറ്റ് ഇസ് ദി പ്ലസ് തിങ് ഓഫ് ഇന്നത്തെ റെസിപ്പി, ബിക്കോസ് ദിസ് വിൽ ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ യുവർ ക്രേവിങ്സ്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങാൻ തോന്നുന്ന ദിവസമൊക്കെ ഇഫ് യു കുഡ് മാനേജ് ടു മേക്ക് ദിസ്, ഐ എം പ്രിറ്റി ഷുവർ ദിസ് വിൽ മേക്ക് യു ഹാപ്പി. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഈ റെസിപ്പിയിൽ ആക്കൂടെ 2 കാര്യം വേണ്ടു. Sweet potato and salmon. Oh, I think I should keep it here. This can be a balanced dinner if done right. So first നമുക്ക് sweet potato cook ചെയ്യാം. ഈ sweet potato മുറിക്കാൻ കുറച്ച് പാടാണ്, അതുകൊണ്ട് be very careful. Make sure you're using a bigger knife. ഒരു വർക്കൗട്ട് ആയല്ലോ ഇതോ. ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞ കാര്യം എൻ്റെ ഓപ്ഷനിലേ ഉണ്ടായിരുന്നില്ല. ബട്ട് ദെൻ എപ്പോഴോ ഞാൻ എന്തോ ഇൻസ്റ്റയിൽ എന്തോ കണ്ടിട്ട് ഐ ട്രൈഡ്. ബട്ട് മാൻ, ഇറ്റ്സ് സോ ടേസ്റ്റി. ലൈക്ക് ആക്ച്വലി സ്വീറ്റ് പൊട്ടറ്റോ ടേസ്റ്റുമാണ് ആൻഡ് ഇറ്റ് ഹാസ് സെവറൽ ഹെൽത്ത് ബെനിഫിറ്റ്സ്. മേക്ക് ഷുവർ ടു ഇൻക്ലൂഡ് സ്വീറ്റ് പൊട്ടറ്റോ ഇൻ യുവർ ഡയറ്റ് ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ഡു വണ്ടേഴ്സ്. അപ്പോൾ ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്യാം. ഞാൻ അത്ര ഷേപ്പ് ഒന്നും നോക്കൂല. ഹൗവർ ഐ ആം ഏബിൾ ടു കട്ട്, അങ്ങനെയായിരിക്കും. സോ സാമൺ ഉണ്ടാക്കുന്ന മുന്നേ സ്വീറ്റ് പൊട്ടറ്റോ ആണ് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കണ്ടേ. കാരണം സാമൺ പെട്ടെന്നാവും, സ്വീറ്റ് പൊട്ടറ്റോ ടേക്സ് ടൈം. സോ യു ഗൈസ് ക്യാൻ പിക്ക് ഏത് ഫിഷ് ആണ് വെച്ചാലും. ഞങ്ങൾക്ക് ഇവിടെ സാമൺ ഭയങ്കര ഈസിലി അവൈലബിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ സാമൺ കാട്ടുന്നത്. പക്ഷേ സാമൺ പോലെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഫിഷ് ഉണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് ദാറ്റ്. ഓക്കെ, സ്വീറ്റ് പൊട്ടറ്റോ റെഡി. സോ ബേക്ക് ചെയ്യാനുള്ള ട്രേ എടുത്തു. ആൻഡ് ഇതിൽ തന്നെ ഞാൻ എല്ലാം മിക്സ് ചെയ്യാൻ. Show me where the ending goes.
അത് കഴിഞ്ഞിട്ട് ഓണസ്റ്റ്ലി കുറച്ച് ഇഷ്ടമുള്ള മസാലയൊക്കെ ഇട്ട് കൊടുക്കുക. സോ ഐ ആം ആഡിങ് a little bit of salt, a little bit of pepper, കുറച്ച് chili powder. പിന്നെ I also like to add garlic powder. വേണമെങ്കിൽ കുറച്ച് അണിയൻ പൗഡർ. ഇത് ഓപ്ഷണലാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ ഹൗ എവർ യു വാണ്ട്. എനിക്ക് അങ്ങനെ സ്പെസിഫിക് മെഷർമെൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് ഐബോൾ ആൻഡ് നിങ്ങൾക്ക് ടേസ്റ്റിൽ എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ ഇടുക. ഇപ്പോൾ എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ചില്ലി പൗഡർ യൂസ് ചെയ്യുക. വൺ തിങ് ദാറ്റ് ഐ റിയലി ലൈക്ക് ഇസ് this garlic powder. Now we sit and chill for 45 minutes. ഓക്കെ, സോ ഇപ്പോൾ ഒരു 20 minutes ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാമൺ വെക്കാം. സാമൺ വെക്കാൻ മിസ്റ്റർ വി വരുന്നതായിരിക്കും. Now we keep the salmon. So കുറച്ച് എണ്ണ ഒഴിച്ചു. Again കുറച്ച് salt, chili powder. That's it, right? ഇത് രണ്ട് സൈഡിലും നമ്മൾ പരട്ടിയിട്ട് വെക്കുക. അത്രേ ഉള്ളൂ. ഈസി ഈജി. റെഡി. ഇനി ഇത് നമ്മൾ ഉള്ളിൽ വയ്ക്കാം. കുറച്ച് ഇത് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. സോ 45 minutes 30 minutes ഒന്നും വേണ്ട, ഒരു 20 minutes വെച്ചാൽ മതിയായിരിക്കും. 20 minutes വെച്ചാൽ മതിയാവും കേട്ടോ. കുറച്ച് it tastes good. Charred effect. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറയാം. But it tastes good. So good. I look for the things I don't know. ഈ റെസിപ്പി കുറച്ചുകൂടി ബാലൻസ്ഡ് ആക്കണമെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ആഡ് സം വെജീസ്. ഞാൻ യൂഷ്വലി ഇവിടെ ക്യാപ്സിക്കം ആൻഡ് സവാള സോട്ട് ചെയ്ത് ഇടുകയാണ് ചെയ്യുക. ഇന്ന് ഞാൻ ചെയ്തിട്ടില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഐ ഹോപ്പ് യു എൻജോയ് വാച്ചിങ് ദിസ് വ്ലോഗ്. യു ഡിഡ്. പ്ലീസ് like the video and comment if you are going to try this recipe and subscribe if you want to watch my videos again and again and again. Hopefully I'll see you in the next one. Until then, bye bye.